മറക്കാൻ കഴിയില്ല മരിക്കുവോളം നിന്നെ വെറുക്കാനറിയില്ല മലർക്കിളിയേ. ഒരു നാൾ മണിമാരൻ കൂടെ നിവർത്തി. ഒന്ന് പതിയെ പാടണ്ട ചാച്ചാ. കലാബോധമില്ലാത്ത തെണ്ടികളെ. നിങ്ങൾ ധൈര്യമായിട്ട് പാടന്നെ പോലട്ടോ. ഓ ഇപ്പോഴെങ്കിലും നിന്റെ കണ്ണെന്നാ മൊബൈലിൽ നിന്ന് എടുത്തല്ലോടാ വന്നെ. ഒരു 10 മിനിറ്റ്. അതെ ഞാൻ പറഞ്ഞായിരുന്നേ, ഞാൻ ഇന്നലെ പറഞ്ഞാല് എടാ നിനക്ക് കല്യാണപ്രായമായിരുന്നു നിന്റെ വീട്ടിൽ വന്ന് പറയാൻ ഞാനാരാ? നിന്റെ തന്തയോ? അതല്ല പെണ്ണ് കെട്ടാൻ മുട്ടി കിടക്കുന്നവർക്ക് പെണ്ണുണ്ടാക്കി കൊടുക്കലല്ല എൻ്റെ പണി. അത് വേണ്ട, ഇതെന്റെ കള്ള് കയറുന്ന കള്ളു തീർന്നു. നീ ഒരു കുട കൂടെ കറക്ക, ഒരു കുട കൂടെ കറക്ക. കള്ളു കുടിക്കാൻ മുട്ടിക്കണവർക്ക് കള്ളറക്കി കൊടുക്കലല്ല എന്റെ പണി. അപ്പൊ അതല്ല നിന്റെ പണി. അതാ എന്റെ പണി. പക്ഷെ ആ പണി ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശമില്ലെങ്കിലോ? നീ പോക്കിയാണല്ലേടാ. അങ്ങനെ എടാ കർമ്മൂസേ, നീ കെട്ടുപ്രായം കഴിഞ്ഞ് പൊരറിഞ്ഞ് വീട്ടിൽ ഇരിക്കുമെന്നുള്ള കാര്യം ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പറയണം. അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഇനി നീ കയറാം. വാക്കല്ലേ നീ കയറി കള്ളി ഇത് അഡ്വാൻസ്. എന്നാ കയറി എടുക്ക. കല്യാണം കാലനക്കല്ലേ. ഇതാ കഴിഞ്ഞു. നല്ല വേദന ഉണ്ടാവും അല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഓടി നടക്കല്ലേന്ന്. ഇതാ ഞാൻ നല്ല മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് മാറും കേട്ടോ. ഡാ നീയും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിനക്കും പറ്റും ഇതുപോലെയൊക്കെ. 10 മണിയായിട്ട് അന്തോണി കണ്ടില്ലല്ലോ പേപ്പ. അവൻ വരുമ്പോ വരട്ടെ. ഫ്രാൻസിസ് വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു, കാലത്തെത്തുമെന്ന്. ആന്നോ? എന്നാ പിന്നെ നീ പോക്കോ, അവളവിടെ തനിച്ചല്ലേ ഉള്ളൂ. എന്നാ ഞാൻ ഇവരെ കൂട്ടിലടിച്ചും പോവാ. ഇവളെ മാത്രം കൂട്ടിലാക്കിയാൽ മതിയടി. വയ്യാത്തതല്ലേ, സ്വൈര്യമായിട്ട് കിടന്നോട്ടെ. ഇവനെ നീ ആ വരാന്തി കിട്ടിക്കോ. ചെല്ലടാ പോക്കോ. എന്നാടി നീ ഒന്നിച്ച് കിടക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം വന്നാ നിനക്ക്? സാരമല്ല കേട്ടോ. നാളെ ഒരു 10 മണിക്ക് മുമ്പ് വരായിരുന്നെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മ ഉണ്ടാവും. നീ എൻ്റെ കാര്യം നോക്ക്. വീട്, കുടുംബം, നാട് എല്ലാം വിട്ടു. പോൾത്തിരങ്ങനായിട്ട് വിലച്ചിക്കൊണ്ടിരിക്കുമ്പോഴാ നാടകമല്ല ഞാൻ അവസാനിപ്പിച്ചത്. അതന്നെ പോൾ തരങ്ങണി നാടകം നിർത്തി. ഉണ്ണണില്ലേ? അന്ന് അത് നിർത്തിയോണ്ടാ ഇന്ന് നീ ഉണ്ണുന്നേ. ചെറുതാ ഞാനങ്ങ് ഇറങ്ങുവാ. നീ നിനക്കെന്താ ഇത്ര തിരക്ക്? ഒരുമിച്ച് പോടാ. അല്ലേ തന്നെ നീ ഇപ്പൊ അവിടെ ചെന്നില്ലാന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. പുള്ളിക്കാരന് വേറെ ഉണ്ടല്ലോ 2 മക്കള്. സുധർമ്മ പലവണ പറഞ്ഞിട്ടുണ്ട് കള്ളടിച്ച് മൂത്തിരിക്കുമ്പോ ഈ മാറ്റർ എടുത്തിട്ട്. എടാ ഞാൻ നീ പോണ്ടിരിക്കാൻ വേണ്ടി ഒരു തമാശ പറഞ്ഞില്ലടാ. മകന് വരും പട്ടിയെ വളർത്തിന്ന് പറയണോ തന്റെ തമാശ? ഇതിലെവിടെയോ തമാശ? ഈ പന്നിനെ ഞാൻ കൊല്ലും. ഉണ്ടായിരുന്നോ? എടാ നിനക്ക് വിഷമായോ? അത് പോട്ടെ, അപ്പൻ ചെയ്ത കാര്യം നീ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം കർത്താവിൻ്റെ വിളി കേൾക്കും. നീ നോക്കിക്കോടാ. എന്നോടൊക്കെ പലവണ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ കുരയ്ക്കരുത്. വേണ്ട 2 കൈ തകച്ചും വേണ്ട. നിന്റെയൊക്കെ കഴുത്ത് നേരിച്ച് ഒന്നേ ഉള്ളോ? കർത്താവേ, നീ ഇത്ര പെട്ടെന്ന് എൻ്റെ വിളി കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്തോത്രം. കാലിന് വയ്യാത്തതാ, എന്നാ പറ്റിയതാണോ എന്തോ. വിഷമിക്കണ്ട, അവളെവിടെ പോവാനാ? ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. എടി ശാലത്തെ, നീ ഇന്നലെ രാത്രി ആ കൂട് പൂട്ടിയാർന്നോ? മാതാവാണ് സത്യം, ഞാൻ കൂട് പൂട്ടിയതാ പേപ്പ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
നീ ഇന്നലെ രാത്രി വരുമ്പം റൂബി കൂട്ടിലുണ്ടായിരുന്നു? കണ്ടില്ല. എന്നതാ? ആ, അതിനെ കാണാനില്ല. ആ, ഇപ്പം മനസ്സിലായില്ലേ നായ്ക്കളൊക്കെ എപ്പോൾ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും ഓടിപ്പോകുമെന്ന്. പക്ഷെ മക്കളായാലും ഇതേപോലെ ഇങ്ങനെ സ്ട്രോങ് ആയ എപ്പോഴും കൂടെ ഉണ്ടാവും. അതെ പേപ്പ, നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ? അതിനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കള്ളനെ എനിക്കറിയാം. ആ നശൂലത്തിനെങ്ങാൻ പോലീസ് പോക്കിയ അതിൻ്റെ നാണക്കേടേ എനിക്കാ. വാട മക്കളെ. യ്യോ, പട്ടി. എടാ ബാഗ് മേടിച്ചു പിടിക്കുക. സാറേ എന്നതാ ഇത്? അകത്ത് റൂമിലാട്ടാ. ചാച്ചാ, എടാ കുട്ടാ, എന്നതാ? എന്താ ഡോക്ടർ? കുഴപ്പമൊന്നുമില്ലെന്നേ, വേദന അല്പം വീണേൻ്റെ ആയിരിക്കും. കുറവില്ലെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തിയേക്കാം. ശാന്ത മരുന്നൊന്നും അതുപോലെ ഇതല്ലോ ഡോക്ടറെ. ഇത് തന്നെ മതി. ശരി. പോ. ഞാൻ വെള്ളം നീ എടുത്തു. അങ്ങോട്ടേക്ക്. പട്ടിയും കൊണ്ട് രാത്രി പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ പേപ്പൻ കേൾക്കത്തില്ല. അന്ന് വീണേൻ്റെ ആയിരിക്കും ഈ വേദന. ഫ്രാൻസി, ഓ ഓളച്ചൻ അറിയണ്ട. ഏ ഇത് പട്ടിയും കൊണ്ട് പോയി വീണപ്പോഴും സംഭവിച്ചല്ല. പിന്നെ ഈ സ്കൂളിൽ നിന്ന് കള്ളു കുടിച്ച എന്താന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാനും മാഷോനും പോയപ്പോ നമ്മുടെ കോളനിയിലെ പിച്ചാത്തി പിടിച്ച ഹസ്ബൻഡില്ലേ, ആ അവൻ തള്ളിയിട്ടതാ. ആന്നേ, മാഷൊന്നൊരു കരിങ്കലമ്മലേക്കാ വീണത്. ഞാൻ കണ്ടതാ, അന്ന് തുടങ്ങിയതാ. എൻ്റെ ദൈവമേ, എൻ്റെ പേപ്പൻ ഇത് ഞങ്ങളോടെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ? അന്തോണിയോട് പോലും പറഞ്ഞില്ലേ? ഇല്ല, അവനറിയാതിരിക്കാനാ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഒരു കണ്ണും മൂക്കും ഇല്ലാത്തവനാ. എനിക്കറിഞ്ഞൂടെ അവൻ്റെ ദേഷ്യവും സങ്കടവും വാശിയൊക്കെ. ഉറപ്പായിട്ടും അവൻ ആ ദാസപ്പനുമായിട്ട് വഴക്കിന് പോവും. ഇങ്ങനൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വളർത്തിയിട്ട് എൻ്റെ മോനെ കർത്താവ് കൊണ്ടുപോയി ഫ്രാൻസി. അവനെ ചവിട്ടിയല്ലേ? ഈ നാട്ടിലെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. ടി വി തിരിച്ചു വാങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. ഈ ഒലത്തും നിന്നേക്കാളൊക്കെ കൂടുതൽ പോലീസ് സ്റ്റേഷൻ കണ്ടവനാണ് ഈ ദാസപ്പൻ. ഇനിയും മുറ്റത്ത് കയറിയ പിച്ചാത്തിക്ക് കുത്തി കയറുന്നില്ല. കാണിക്കാങ്കി വാ. കോളനിയിലെ പിച്ചാത്തി പിടിച്ച ഹസ്ബൻഡില്ലേ, അവൻ തള്ളിയിട്ടതാ. ഞാൻ കണ്ടതാ. കോവിലിൽ പൂജാരി കള്ളന്റെ ഓമനെ വെള്ളം ചൂടാക്കി എടുത്തോ. അതെടുത്ത് അവൻ്റെ അണ്ണാക്കിലേക്ക് കുറച്ച് സ്ഥലം വരെ പോള. ആരാ? ചേട്ടനെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പരസ്പരം കാണാം. നമ്മൾ ചത്തതല്ലേ?